നമസ്കാരം. ഇപ്പോൾ ദൈവമുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശബ്ദങ്ങളിലെ നായകൻ പറയുന്നു, ഈ 44-ാം വയസ്സിൽ നാലും കൂടുന്ന കവലയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമുണ്ടെന്ന്. കേരളം ഇത്രകാലം ഭരിച്ചിട്ടും CPMകാർക്ക് തോന്നിയതേയില്ല ഇവിടെ ദൈവമുണ്ടെന്ന്. കിട്ടുന്ന വേദികളിലെല്ലാം അവർ ദൈവങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ തുടർഭരണം കിട്ടി 9ാം വർഷമായപ്പോഴേക്കും അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ ദൈവമുണ്ടെന്ന്. അതോടെ AKG മഠത്തിൽ നിന്നും സകല ക്ഷേത്രങ്ങളിലേക്കും ശാന്തിമാരെ നിയമിക്കുമെന്നാണ് തോന്നുന്നത്. അവർ രാവിലെ ഭദ്രകാളിക്ക് മുമ്പിൽ കാരണഭൂത സൂക്തങ്ങൾ ചൊല്ലും. നിർമാല്യത്തിന് 100 പൂക്കളെ 100 പൂക്കളെ എന്ന് ഉറക്ക ചൊല്ലി ലാൽസലാം പറഞ്ഞ് അഭിഷേകം നടത്തും. കരിങ്കാളി നടയിൽ രുദ്രമർദ്ദയ്ക്ക് മുമ്പിൽ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന മന്ത്രങ്ങൾ ചൊല്ലും. മാടൻ നടയിലും യക്ഷിയമ്മയുടെ മുമ്പിലും മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനങ്ങൾ ആലപിക്കും. പിണറായി തേവർക്കുള്ള പുഷ്പാർച്ചനയിലൂടെ മാത്രമേ ക്ഷേത്രനട അടയ്ക്കുകയുള്ളൂ. നവാഹവേദികളിൽ ഭാഗവത പാരായണത്തിന് പകരം പാർട്ടി സൂക്തങ്ങൾ ഉറക്ക ചൊല്ലും. രക്ഷസനുള്ള പാൽപ്പായസത്തിന് പകരം പരിഷ്കരിച്ച മെനു വരും. ഈ കേട്ടതൊക്കെ അതിഭാവുകത്വമാണെന്നും വിശ്വാസികളെ അപഹേളിക്കാൻ വേണ്ടി പറയുന്നതാണെന്നും ആരെങ്കിലും വിശ്വസിച്ചു പോയാൽ ക്ഷമിക്കണം. ഹൈന്ദവമായതിനെ എല്ലാം പുച്ഛിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് ഇപ്പോൾ ഈ CPMകാർ. ഭക്തിയും ഭൗതികവാദവും കൂട്ടിക്കലർത്തി അവർ വിശ്വാസികളെ അപമാനിക്കുന്നു. ക്ഷേത്രങ്ങളിൽ കയറി ചെന്ന് ഇൻകുലാബ് വിളിക്കുന്നു. ഇതുകൊണ്ടൊക്കെ പാർട്ടി വളരുമെന്ന് വിശ്വസിക്കുന്ന ഈ പാവങ്ങൾ അറിയുന്നില്ല, പരനിന്ദ ഏറ്റുവാങ്ങി അന്ത്യശ്വാസം വലിക്കാനാണ് തങ്ങളുടെ നിയോഗമെന്ന്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവാഘോഷം തങ്ങളുടെ കൊടി പാറിച്ച് കലക്കിയതിൻ്റെ ആഹ്ലാദത്തിലാണ് അവിടുത്തെ CPMകാർ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മാറ്റി പുഷ്പനെ പ്രതിഷ്ഠിച്ചോ എന്ന് ഭയന്നുപോയി പാട്ട് കേട്ടപ്പോൾ ഭക്തരാകെ. പുഷ്പനെ അറിയാമോ എന്ന ചോദ്യം ചോദിക്കേണ്ടത് കടക്കൽ ദേവിയോടല്ല, അത് പിണറായി വിജയനോട് പോയി ചോദിക്കണം. പാടിയതെല്ലാം വിപ്ലവഗാനങ്ങളായിരുന്നു. CPMകാരായ ക്ഷേത്ര കമ്മിറ്റിക്കാർ താളമടിച്ച് രസിച്ച് കേട്ടിരുന്നു. വേദിയിൽ ചെങ്കൊടി പാറി, സ്റ്റേജിലെ സ്ക്രീനിൽ DYFIയുടെ പതാക പാറി. ഇതൊക്കെ കണ്ണൂരിൽ സാധാരണമാണെങ്കിലും തെക്കോട്ട് അധികം വ്യാപിച്ചിരുന്നില്ല. ഈ ക്ഷേത്രം ഇപ്പോൾ CPMൻ്റെ കുടുംബ സ്വത്തായി മാറിയ പോലെയായി കാര്യങ്ങൾ. പൂജാവിവരം എഴുതിയ ബോർഡിൽ വടിവാൾ സമർപ്പണം, കഞ്ചാവ് പൂജ, മുദ്രാവാക്യാർച്ചന, തെറിപ്പാട്ട്, തല്ലുമാല സമർപ്പണം എന്നൊക്കെ എഴുതി വെച്ച് ചാർജ് ചിലപ്പോൾ പരിഷ്കരിച്ചേക്കും. എന്തായാലും ഇതിനെ ചോദ്യം ചെയ്യാൻ മറുപക്ഷം ഇറങ്ങാതിരുന്നത് വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഈ ആഭാസം മനോഹരമായി അരങ്ങേറാൻ കഴിയാതെ പോകുമായിരുന്നു. രാവിലെ ഈ ക്ഷേത്രത്തിലെ പ്രഭാതപേരിക്ക് മുന്നോടിയായി ബലികുടീരങ്ങളെ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്തോ. അങ്ങനെ കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഭഗവതി തിരുവാതിര മഹോത്സവം ഏറെ സന്തോഷത്തോടെ കേട്ടിരുന്നു എന്നാണ് CPMകാരൊക്കെ ഇപ്പോൾ പറയുന്നത്. ഒരു കാരണഭൂത തിരുവാതിര കൂടി സംഘടിപ്പിക്കണമായിരുന്നു. എന്തായാലും കടക്കലെ സർഗാത്മകതയുള്ള ഭക്തരെ നമ്മൾ സമ്മതിച്ചേ തീരൂ. ഒരാൾ പോലും കല്ലെറിയാനും തെറിവിളിക്കാനും ഗാനമേള സംഘത്തെ അപമാനിക്കാനും പോയില്ലല്ലോ. അങ്ങനെയൊന്ന് ചെയ്തു കിട്ടിയിരുന്നെങ്കിൽ നാളെ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കാമായിരുന്നു. നന്ദി.